ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. സഹോദരങ്ങളെ, സുഖമാണോ? അഭിഷേകത്തിന്റെ റെക്കോർഡിംഗ് ആയിരുന്നു കേട്ടോ. നന്നായിട്ട് ചെയ്യാൻ ഈശോ സഹായിച്ചു. നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് നന്ദി. ഇന്നലത്തെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം നന്ദി. ഉടനെ തന്നെ മറുപടി പറയാം കേട്ടോ. കർത്താവിൻ്റെ അനുഗ്രഹം. വിശേഷങ്ങൾ പിന്നെ നാളെ ഒരു സെമിനാരി ഒരു ക്ലാസ് ഉണ്ട്, അത്രയേ ഉള്ളൂ കേട്ടോ. പെടിയമിലല്ല, വേറെ സെമിനാരിയിൽ. ഒരു സാക്ഷ്യം വായിക്കാം. ഇല്ലൻ്റിൽ എഴുതി അയച്ചിരിക്കുന്ന സാക്ഷിയാണ്. നല്ല സൂപ്പർ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ പേര് ജിജി എന്നാണ്. എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് സാക്ഷ്യം എഴുതുന്നത്. അവർക്ക് ഇപ്പോൾ 19 വയസ്സുണ്ട്. കല്യാണം കഴിഞ്ഞ് 5 വർഷത്തിന് ശേഷമാണ് മകൾ ജനിക്കുന്നത്. അതുവരെ ഞങ്ങൾക്ക് മക്കളുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് 2 മക്കളുണ്ട്. മകള് പഠിച്ചുകൊണ്ടിരിക്കുന്നു. മകളുണ്ടായിട്ട് 3 മാസം കഴിഞ്ഞപ്പോൾ മുതൽ കാണാൻ തുടങ്ങിയതാണ് അഭിഷേകാന്തി. ഇപ്പോൾ 19 വർഷം. ഓ, ചിന്തിച്ചു നോക്കിയാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ കൊച്ചിന് 19 വയസ്സായി. അഭിഷേകം കാണാൻ തുടങ്ങിയിട്ട് 19 വർഷം. ഞങ്ങൾ അഭിഷേകം കാണുന്നവരാണ്. ഇപ്പോൾ അച്ഛൻ 5 മിനിറ്റ് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഫുൾ ഫാമിലി ആയിട്ട്. ഞങ്ങൾ ഈ മകൾക്ക് 11ാമത്തെ വയസ്സ് മുതൽ തലയിൽ അങ്ങോട്ട് താരൻ, പിന്നെ അതുപോലെ മുഖക്കുരു. അതിന് പ്രായത്തിൻ്റെതായ അല്ലെങ്കിൽ എൻസൈംസിന് ഹോർമോൺസിന് അതല്ല ഉദ്ദേശിക്കുന്നത്. അതുപോലെ മുഖക്കുരും തലയിൽ താരനും. എന്നിട്ട് പിന്നെ 11ാമത്തെ വയസ്സ്, ഇപ്പോൾ 19 വയസ്സായി. അച്ഛൻ്റെ 5 മിനിറ്റിൻ്റെ 1279ാമത്തെ എപ്പിസോഡിൽ 9 ദിവസം 9 പ്രാവശ്യം ഞാനും മകളും ഉള്ളിലെ അഗ്നി കടാതിരിക്കുക എന്നുള്ളതാണ് പിന്നെ കണ്ടുകൊണ്ടായി. അതിൻ്റെ ഫലമായി മകളുടെ കംപ്ലീറ്റ് താരനും മോക്കരും കർത്താവ് എടുത്തു മാറ്റി. കർത്താവിൻ്റെ അനുഗ്രഹമാണ്. ഈശോയ്ക്ക് നന്ദി പറയുന്നു പറഞ്ഞിട്ട് സാക്ഷി എഴുതി അയച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഒരു പക്ഷേ ചില ആൾക്കാർക്ക് ഇങ്ങനെ ചിന്ത വരും, ഒരു ക്യാൻസർ മാറി എന്ന് പറഞ്ഞൊരു സാക്ഷ്യം വായിക്കാം, അല്ലെങ്കിൽ എന്താ പറയുന്നത് ഭയങ്കരമായ ഈശോ പെടപ്പെട്ട മേജർ മിറക്കൾ എന്ന് പറയും. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ വിശ്വസിക്കുന്നുണ്ടെന്നറിയാമോ, നമുക്ക് കുഞ്ഞു കാര്യങ്ങൾ ഈശോ ഇടപെടും, ചെറിയ കാര്യങ്ങൾ ഈശോ ഇടപെടും. അല്ല, ഇപ്പോൾ ചിന്തിച്ച് നോക്കി, ഇത്രയും വർഷമായിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്തി പല ഓയിൽ ഇതൊക്കെ മാറ്റി നോക്കി, പക്ഷെ മാറുന്നില്ല. പക്ഷേ അത് താരൻ അങ്ങനത്തെ ഒരു സംഗതിയായിരുന്നു. പക്ഷേ എനിക്ക് അവർ 9 ദിവസം പ്രാർത്ഥിച്ച് ഈശോ എടുത്ത് മാറ്റി. അപ്പോൾ ഈ സാക്ഷി വെച്ചാൽ കുറേ നാളത്ത് നോക്കിയത് വരുന്നുണ്ടോ ഇല്ല നോക്കിയിട്ട് ഒരു ഉറപ്പിച്ച് കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പോൾ അയക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, വീണ്ടും ഞാൻ പറയുന്നു, നമ്മുടെ ദൈനംദിന ആവശ്യങ്ങളിൽ കരുതലുള്ളവനാണ് നമ്മുടെ ഈശോ. ഒരൊറ്റ വിശ്വാസം പതിയട്ടെ കേട്ടോ. ഇന്നത്തെ നമ്മുടെ വിഷയത്തെ എന്തായാലും നമുക്ക് ഇങ്ങനത്തെ മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ടിന് ആധാരമായ വചനം ഹെബ്രായർ 12:17 പിന്നീട് കരഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുകയാണ്. അതായത് പിന്നീട് അവൻ അത് പ്രാപിക്കാനായിട്ട് ആഗ്രഹിച്ചെങ്കിലും, ദൈവത്തിൻ്റെ തിരുവചനം അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കണ്ണുനീരോടെ അവനത് ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അവന് അവസരം കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏസാവിനെ കുറിച്ചാണ്. അതായത് യാക്കോബ് അനുഗ്രഹം തട്ടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ്. പിന്നീട് അവൻ അവകാശം പ്രാപിക്കാൻ ആഗ്രഹിക്കുമെങ്കിലും അവൻ തിരസ്കരിക്കപ്പെടും നിങ്ങൾക്കറിയാമല്ലോ. കണ്ണുനീരോടെ അവനത് ആഗ്രഹിച്ചെങ്കിലും അവൻ അനുദപിക്കാൻ അവസരം കിട്ടിയില്ല. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ കർത്താവ് നമുക്കൊരു അനുദപിക്കാനും കുമ്പസാരിക്കാനും മടങ്ങി വരാനും തിരിച്ചു വരാനും ഒക്കെ ദൈവം തരുന്നൊരു ടൈമുണ്ട്, ഒരു ഗ്രേസ് ടൈമുണ്ട്. ആ ടൈമിൽ നമ്മളിതൊക്കെ പ്രാപിക്കാതിരുന്നാൽ പിന്നീടൊരു അവസരം കിട്ടും എന്ന് നമുക്ക് പറയാൻ പറ്റിയ. ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഉറപ്പ് പറയാൻ പറ്റിയ. അങ്ങനത്തെ ചില ജീവിതാനുഭവങ്ങളെ കാണാൻ ഇടവന്നിട്ടുണ്ട്. ഒരു കാലത്ത് ധ്യാനം കൂടാനും പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനും കുമ്പസാരിക്കാനും ഒക്കെ പറയുമ്പോൾ ചവിട്ടി മെതിച്ച് നടക്കുന്ന ആൾക്കാർ ഒരു സമയം കഴിയുമ്പോൾ അതൊക്കെ പറ്റാത്ത വിധിയിൽ പോയ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പിന്നീട് കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു പ്രായത്തിൻ്റെ ഒരു തലപ്പിലൊരു ഓളത്തിലങ്ങ് പോട്ടെ, ഒരു 10-30 വയസ്സൊക്കെ ആയി കല്യാണമൊക്കെ നമുക്ക് ഇരുത്തം വരുമ്പോൾ അങ്ങനെ ഫ്രീ ആകാം. നോക്കരുത്, അങ്ങനെയൊന്നും ചിന്തിക്കരുത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഈശോ 12ാമത്തെ വയസ്സായപ്പോൾ ബൈബിൾ മുഴുവൻ പഠിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യം കൂടി ഓർക്കണേ, അല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ, 12ാമത്തെ വയസ്സിലേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ നമുക്ക് ലോകത്തിൻ്റെതായ ഒരു ഗതിയിൽ അങ്ങോട്ട് പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ശരിയാകാം എന്നുള്ള ചിന്ത വെക്കരുത്. അതാണ് എത്രയും നേരത്തെ കർത്താവിലേക്ക് മടങ്ങി വരാനും തിരിച്ചു വരാനും കർത്താവ് സമീപസ്ഥനായിരിക്കും ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കാനല്ല ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്, അല്ലേ? അപ്പം അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇവരൊക്കെ ശരിയാകാമെന്ന് വിചാരിക്കരുത്. പിന്നീട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ് നമ്മളിപ്പം നിങ്ങൾ എന്ത് ചോദിക്കുക, ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് അതിപ്പോൾ നമുക്ക് മേക്ക് യൂസ് ചെയ്യാനൊക്കെ ചിന്തിക്കും. പക്ഷേ ചില അനുഗ്രഹങ്ങൾ എന്നേക്കുമായിട്ടും എടുത്ത് മാറ്റപ്പെടുക. കാര്യമൊക്കെ ഏസാവൊക്കെ പിന്നെ വേറെ കാര്യത്തിൽ കയറി പോകുന്നുണ്ടാകാം. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ടത് അവൻ അവകാശപ്പെട്ട ഒരു അനുഗ്രഹം ഉണ്ടാകും, അത് പോയി. പിന്നെ ഓക്കെ, ദൈവം കരുണ കാണിച്ചു, സംഗതി വേറെ കുറേ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കിട്ടും. പക്ഷേ നിനക്ക് 18ാം വയസ്സിൽ കിട്ടേണ്ട ഒരു അനുഗ്രഹം ഉണ്ടായിരുന്നു, നിനക്ക് 11ാം വയസ്സിൽ കിട്ടേണ്ട ഒരു അനുഗ്രഹം ഉണ്ടായിരുന്നു, 25ാം വയസ്സിൽ കിട്ടേണ്ട ഒരു മേഖല ഉണ്ടായിരുന്നു.
അത് കൈമോശം മധ്യ വായിച്ച് 38ാമത്തെ അനുഗ്രഹത്തിൽ വേറെ അനുഗ്രഹം കിട്ടിയെന്ന് പറഞ്ഞിടത്തൊന്നും കാര്യമൊന്നും പോയത് പോയില്ലേ. ഇത് ബൈബിൾ ഇതൊക്കെ എഴുതി വെച്ചിട്ട് മനസ്സിലാകുന്നുണ്ട്. നമ്മൾ തട്ടിക്കളഞ്ഞ ആയിരക്കണക്കിന് അനുഗ്രഹങ്ങളില്ലേ, ചിന്തിച്ചു നോക്കി. എന്നാൽ പിന്നെ സന്തോഷം നിർത്തിയേക്കാം കേട്ടോ. യേശു അനുഗ്രഹിക്കണം. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കരങ്ങൾ ഉയർത്തി മനസ്സ് തുറന്നങ്ങ് സ്തുതിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. കർത്താവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്ന കർത്താവെ, അവിടുത്തെ അത്ഭുതകരമായ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട്, അവിടുത്തെ അത്ഭുതകരമായ കൃപ കൊണ്ട് ഇപ്പം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്താൽ, യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ വചനത്താൽ, യേശുവിന്റെ കുരിശിന്റെ അഭയാർത്ഥത്തിൽ ആശീർവദിക്കുന്നു. സകലത്തെ പൈശാചിക തിന്മകളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഇവിടെ ഞാട്ടി വായിക്കുന്നു. കർത്താവിന്റെ കൃപ നിറയട്ടെ, കർത്താവിന്റെ കരുണ നിറയട്ടെ, കർത്താവിന്റെ വചനം നിറയട്ടെ, കർത്താവിന്റെ അഭിഷേകം നിറയട്ടെ. കർത്താവ് പ്രത്യേകിച്ച് ഇതേപോലെ തന്നെ ഈ താരൻ അതേപോലത്തുള്ള ബുദ്ധിമുട്ടുകൾ മൂലം അതൊക്കെ ഒരു സിവിയറായിട്ട് പലതരത്തിലുള്ള മെഡിസിനുകളൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്നവരെ, കൺപീലി ബുദ്ധിമുട്ടുകൾ, അങ്ങനത്തെയൊക്കെയുള്ള ഒരുപാട് മേഖലകളിൽ ഈ താരന്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള അവസ്ഥകളിൽ കേസ് അനുഭവിക്കുന്ന ഓരോരുത്തരെയും യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നാമത്തെ രോഗത്തെ സൗഖ്യം പ്രാപിക്കട്ടെ. അതേപോലെ തന്നെ ശരീരത്തിലെ കുരുക്കൾ, പാടുകൾ, മരത്തിൽ അലർജി രോഗങ്ങൾ യേശു നാമത്തെ ബന്ധിക്കുന്നു, സൗഖ്യം പ്രാപിക്കട്ടെ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവർക്ക് ഒരത്ഭുതം കാണട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.